ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന ട്രേസർ ഓവർസിയർ AE ഗ്രേഡ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടൊരു സബ്ജക്ട് ബിൽഡിംഗ് മെറ്റീരിയലിലെ ഇന്നെടുക്കുന്ന ടോപ്പിക് പെയിന്റ് ആണ്. അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ തിയറി പോർഷൻസുമാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the chief ingredient of a paint is. പെയിന്റിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിന്റ്സ്, നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്ന് വീതം നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ, ഡ്രയർ, കളറിംഗ് പിഗ്മെന്റ്, സോൾവെന്റ് ഓർ തിന്നർ. ഇതാണ് മെയിൻലി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യത്തെ ബേസ്, വെഹിക്കിൾ ഓർ കാരിയർ, ഡ്രയർ, കളറിംഗ് പിഗ്മെന്റ്, സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ. ഇനി ഇത് ഓരോന്ന് വീതം നമുക്ക് നോക്കാം. പെയിന്റിലെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ബേസ്. ബേസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഇൻ ഫൈൻ സ്റ്റേറ്റ് ഓഫ് ഡിവിഷൻ ആണ്. ഇപ്പൊ ക്വസ്റ്റിനകത്ത് പെയിന്റിന്റെ ഇൻഗ്രീഡിയന്റിനകത്ത് ഏതാ സോളിഡ് സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ബേസ് ആണ്. നെക്സ്റ്റ്, ഫോംസ് ബൾക്ക് ഓഫ് പെയിന്റ്. പെയിന്റ് ബൾക്കായിട്ട് തോന്നിക്കുന്നതിന് കാരണം ബേസിന്റെ പ്രസൻസ് ആണ്. ഡിറ്റർമൈൻ ക്യാരക്ടർ ടു പെയിന്റ്. പെയിന്റിന് ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ് ആണ്. ഇനിയും പറയാൻ പോകുന്ന കുറച്ച് എക്സാമ്പിൾ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫംഗ്ഷൻ കൂടി ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ ആണ് വൈറ്റ് ലെഡ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി WWW എന്ന് ഓർക്കാം. ഇറ്റ്സ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ബേസും വുഡ് സർഫസിൽ ഉപയോഗിക്കുന്ന ബേസും വൈറ്റ് ലെഡ് ആണ്. നെക്സ്റ്റ് ആണ് റെഡ് ലെഡ്. റെഡ് ലെഡ് കൊറോസീവ് റെസിസ്റ്റൻസ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബേസ് ആണ് റെഡ് ലെഡ് എന്ന് പറഞ്ഞ. നെക്സ്റ്റ്, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, ഓക്സൈഡ്സ് ഓഫ് അയൺ, ടൈറ്റാനിയം വൈറ്റ്, അലൂമിനിയം പൗഡർ. ഈ എക്സാമ്പിളൂടെ എക്സ്ട്രാ ഓർത്തിരിക്കാൻ പറഞ്ഞത് ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ബേസ് അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ക്വസ്റ്റിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് ബേസിന്റെ എക്സാമ്പിൾ ഓർക്കുക: വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, ഓക്സൈഡ്സ് ഓഫ് അയൺ, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, ടൈറ്റാനിയം വൈറ്റ്, അലൂമിനിയം പൗഡർ. അതിനകത്ത് വൈറ്റ് ലെഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാം. വൈഡ്ലി യൂസ് ചെയ്യുന്ന ബേസ്, വുഡ് സർഫസിൽ ഉപയോഗിക്കുന്ന ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ലെഡ്, കൊറോസീവ് റെസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് റെഡ് ലെഡ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ. ഈ ഓരോ പേര് ഓർത്തിരിക്കണം. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് വെഹിക്കിൾ എന്ന് ചിലപ്പം ക്വസ്റ്റ്യൻ തരാം, ചിലപ്പോൾ കാരിയർ എന്ന് തരാം. അതുകൊണ്ട് രണ്ടു പേരും ഓർത്തിരിക്കണം. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലിക്വിഡ് സബ്സ്റ്റൻസ് വിച്ച് ഹോൾഡ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പെയിന്റ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻ. ഒരു പെയിന്റിന്റെ ഇൻഗ്രീഡിയന്റിലെ ലിക്വിഡ് സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആയിരിക്കും. മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയന്റിനെ കൂടി ഹോൾഡ് ചെയ്യാനാണ് ഈ ഒരു ലിക്വിഡ് സസ്പെൻഷനെ ഹോൾഡ് ചെയ്യുക എന്നതാണ് ഈ വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ചെയ്യുന്നത്. ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. ലിൻസീഡ് ഓയിൽ എപ്പോഴും ഇട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കോമൺലി അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ലിൻസീഡ് ഓയിൽ ആണ്. കോമൺലി അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ഇൻ പെയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിൻസീഡ് ഓയിൽ ആണ്. നെക്സ്റ്റ് വൺ ആണ് ടങ് ഓയിൽ. ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസം വരുത്തും. സുപ്പീരിയർ ക്വാളിറ്റി, സുപ്പീരിയർ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ലിൻസീഡ് അല്ല ടങ് ഓയിൽ ആണ്. സുപ്പീരിയർ എന്ന് ക്വസ്റ്റിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ടങ് ഓയിൽ ആണ്. നെക്സ്റ്റ് വൺ ആണ് പോപ്പി ഓയിൽ, നട്ട് ഓയിൽ. അതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഈ പറയുന്ന എക്സാമ്പിൾ ഞാൻ പറയല്ലോ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ ഓപ്ഷനിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ എക്സാമ്പിൾ വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറിന്റെ ലിൻസീഡ് ഓയിൽ, ടങ് ഓയിൽ, പോപ്പി ഓയിൽ, നട്ട് ഓയിൽ. ലിൻസീഡ് ഓയിൽ ഓർത്തിരിക്കണം, ഇത് കോമൺലി യൂസ് ചെയ്യുന്ന വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആണ്. ടങ് ഓയിൽ ഒരു സുപ്പീരിയർ ക്വാളിറ്റി ആണ്. വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിനെയും കൂടി ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പെയിന്റിന്റെ ഇൻഗ്രീഡിയന്റ് ആണ് ഡ്രയേഴ്സ്. എന്തായിരിക്കും ഡ്രയറിന്റെ ഫംഗ്ഷന്? ആക്സിലറേറ്റ് ഡ്രൈയിങ്. ഡ്രൈയിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നതാണ് ഡ്രയറിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് അബ്സോർബ് ഓക്സിജൻ ഫ്രം എയർ ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ലിൻസീഡ് ഓയിൽ ഗെറ്റ് ടു ഹാർഡൻ. ഓക്സിജനെ എയറിൽ നിന്നും അബ്സോർബ് ചെയ്യുക, വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആയിട്ടുള്ള ലിൻസീഡ് ഓയിലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് അത് ഹാർഡേൺ ആക്കിക്കുന്നു. അതാണ് മെയിൻലി ഡ്രയറിന്റെ
ഫങ്ഷൻ. ഇനി അതിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. ലിത്താർജ്, റെഡ് ലെഡ്, സൾഫേറ്റ് ഓഫ് മാംഗനീസ്. ഈ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ്. സോ ലിത്താർജ്, റെഡ് ലെഡ്, സൾഫേറ്റ് ഓഫ് മാംഗനീസ്. എന്താണ് ഡ്രയർ ചെയ്യുന്നത്? ഡ്രൈയിങ്ങിനെ ആക്സലറേറ്റ് ചെയ്യാം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എയറിൽ നിന്നും ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ട് ലിൻസീഡ് ഓയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആൻഡ് ഗെറ്റ് ദേ ഹാർഡൻഡ്. സോ ഇത്രയാണ് ഡ്രയേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് കളറിംഗ് പിഗ്മെന്റ്. കളറിംഗ് പിഗ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി പെയിന്റിലെ ചീഫ് ഇൻഗ്രീഡിയന്റ് ആണ്. പെയിന്റിലെ ചീഫ് ഇൻഗ്രീഡിയന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? കളറിംഗ് പിഗ്മെന്റ് ആണ്. അതെന്ന് പറയുന്നത് കളറും ഒപ്പാസിറ്റിയും ഒരു പെയിന്റിനെ ഇമ്പാർട്ട് ചെയ്യുന്നതാണ് കളറിംഗ് പിഗ്മെന്റ്. കളറും ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ പെയിന്റ് നമ്മൾ എന്തിനാ അടിക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആകാതിരിക്കാൻ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒപ്പാസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത് ആരാണ്? കളറിംഗ് പിഗ്മെന്റ് ആണ്. നെക്സ്റ്റ്, അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഫൈൻ പൗഡേഴ്സ് ഇൻ ദ വേരിയസ് ആൻഡ് ക്വാണ്ടിറ്റീസ്. ഫൈൻ പൗഡേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതാണ് കളറിംഗ് പിഗ്മെന്റ്. സോ ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. ചീഫ് ഇൻഗ്രീഡിയന്റ് ആണ്, കളറും ഒപ്പാസിറ്റിയും ഇമ്പാർട്ട് ചെയ്യുന്നു. ഫൈൻ പൗഡേഴ്സ് ആയിട്ടായിരിക്കും അത് അവൈലബിൾ ആയിരിക്കുന്നത്. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഓഫ് പെയിന്റ് ആണ് സോൾവെന്റ് അല്ലെങ്കിൽ തിന്നേഴ്സ് എന്ന് പറയുന്നത്. സോൾവെന്റ് അല്ലെങ്കിൽ തിന്നേഴ്സിനകത്ത് പ്രത്യേകത, നമുക്ക് സർഫസിലേക്ക് അതിനെ ഈസി ആയിട്ട്, ഒരു പെയിന്റിനെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഹെൽപ്സ് ടു പെനിട്രേറ്റിംഗ് ത്രൂ പോറസ് സ്പേസ്. പോറസ് സ്പേസിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ അതെന്ത് ചെയ്യും? സഹായിക്കും. സോ ഇത്രയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ്, സ്പിരിറ്റ് ഓർ ടർപ്പന്റൈൻ. സ്പിരിറ്റ് ഓർ ടർപ്പന്റൈൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന, പെയിന്റിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ സ്പിരിറ്റ് ഓർ ടർപ്പന്റൈൻ വെച്ചിട്ട്. അത് സോൾവെന്റ് ആണോ, വെഹിക്കിൾ ആണോ, ബേസ് ആണോ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഓർത്തിരിക്കുക, സോൾവെന്റ് അല്ലെങ്കിൽ തിന്നറിന്റെ അകത്താണ് നമ്മൾ ഈ എക്സാമ്പിൾ പഠിച്ചിരിക്കുന്നത്. സോ സോൾവെന്റ് അല്ലെങ്കിൽ തിന്നറിനകത്താണ് സ്പിരിറ്റ് ഓർ ടർപ്പന്റൈൻ. ഇത് മാത്രമല്ല ഉള്ളത്, ബെൻസീൻ ഉണ്ട്, നാഫ്തയുണ്ട്. ക്വസ്റ്റ്യൻ അധികം കണ്ടിട്ടില്ല എങ്കിൽ പോലും ഈ എക്സാമ്പിൾ കൂടി ഓർത്തിരിക്കണം. സ്പിരിറ്റ് ഓർ ടർപ്പന്റൈൻ എക്സാമ്പിൾ ആണ് ബെൻസീന്, നാഫ്ത. സോ ഇത്രയാണ് പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ദ ചീഫ് ഇൻഗ്രീഡിയന്റ് ഓഫ് എ പെയിന്റ് ഈസ്. പെയിന്റിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് ഏതാണെന്നാണ് പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ ഡി, പിഗ്മെന്റ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, പിഗ്മെന്റ് ആണ് ഒരു പെയിന്റിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞ. ലിക്വിഡ് മീഡിയം യൂസ്ഡ് ഇൻ ഓയിൽ പെയിന്റ്സ് ഈസ്. ഓയിൽ പെയിന്റിലെ ലിക്വിഡ് മീഡിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലിൻസീഡ് ഓയിൽ. കാരണം അത് നമ്മൾ പറഞ്ഞായിരുന്നു, വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറുകളാണ്, അതാണ് എന്ത് ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ലിൻസീഡ് ഓയില്, ടങ് ഓയില്, പോപ്പി ഓയില്, നട്ട് ഓയില്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ലിൻസീഡ് ഓയിൽ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ ലിക്വിഡ് മീഡിയം യൂസ്ഡ് ഇൻ ഇനാമൽ പെയിന്റ്സ്. ഇനാമൽ പെയിന്റുകളിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് മീഡിയം ഏതാണെന്നാണ് ചോദ്യം. ഓയിൽ പെയിന്റ് അല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാന്. ലിക്വിഡ് മീഡിയം യൂസ്ഡ് ഇൻ ഇനാമൽ പെയിന്റ് എന്നാണ്. ആൻസർ വാർണിഷ് ആണ് വരേണ്ടത്. ആണ് ഓപ്ഷൻ ബി, വാർണിഷ്. ലിക്വിഡ് മീഡിയം യൂസ്ഡ് ഇൻ ദ ഇനാമൽ പെയിന്റ് ഈസ് ഓപ്ഷൻ ഡി, വാർണിഷ്. തിന്നർ യൂസ്ഡ് ഇൻ ദ പെയിന്റ്. പെയിന്റിനകത്ത് ഉപയോഗിക്കുന്ന തിന്നർ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ടർപ്പന്റൈൻ. ഞാൻ പറഞ്ഞ കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ഈ ടർപ്പന്റൈന്റെ ഭാഗത്തു നിന്നാണ് ചോദിക്കാറുള്ളത്. സോ ദ തിന്നർ യൂസ്ഡ് ഇൻ പെയിന്റ് ഈസ് ഓപ്ഷൻ ബി, ടർപ്പന്റൈൻ. ലിൻസീഡ് ഓയിൽ ഇൻ എ പെയിന്റ് ഈസ് യൂസ്ഡ് ആസ് എ. ലിൻസീഡ് ഓയിൽ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ആൻസർ കാരിയർ അല്ലെങ്കിൽ വെഹിക്കിൾ ആയിട്ട്. അപ്പം ഓപ്ഷന് കാരിയർ ആണ് കിടക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ, കാരിയർ. Linseed oil in a paint is used as a carrier. The best primer used for structural steel work is. Structural steel work ഉപയോഗിക്കുന്ന ബെസ്റ്റ് പ്രൈമർ ഏതാണ്? ആൻസർ റെഡ് ലെഡ്. റോസി റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് ആയിരുന്നു റെഡ് ലെഡ് എന്ന് പറഞ്ഞാൽ. സോ അത് തന്നെയാണ് ആൻസർ. ബെസ്റ്റ് പ്രൈമർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക് എന്ന് പറഞ്ഞ ആൻസർ എന്ത് വരും? റെഡ് ലെഡ്. The vehicle used in bronze paint is usually. Question bronze paint ആണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ വെഹിക്കിളിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നൈട്രോസെല്ലുലോസ്. നമ്മൾ ഓയിൽ പെയിന്റ് ആണ് പഠിച്ചത്, അതുകൊണ്ടാണ് തെറ്റരുതെന്ന് പറയുന്നത്. വെഹിക്കിൾ യൂസ്ഡ് ഇൻ ബ്രോൺസ് പെയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നൈട്രോസെല്ലുലോസ് ആണ്. The solvent used in cement paint is. സിമെന്റ് പെയിന്റിനകത്ത് ഉപയോഗിക്കുന്ന സോൾവെന്റ്. ആൻസർ വാട്ടർ.
ക്വസ്റ്റ്യന് നിങ്ങൾ മനസ്സിലാക്കണം, സിമെന്റ് പെയിന്റ് ആണോ, ഓയിൽ പെയിന്റ് ആണോ, ബ്രോൺസ് പെയിന്റ് ആണോ, എന്താണ് തന്നിരിക്കുന്നതെന്ന് ശരിക്കും വായിച്ചിട്ടേ എഴുതാവൂ. നമ്മൾ ഓയിൽ പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം പഠിച്ചത്. സോ അതുകൊണ്ട് സിമെന്റ് പെയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സോൾവെന്റ് ഏതാണ്? വാട്ടർ ആണ്. ഇനി സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ യൂസ്ഡ് ഇൻ ഓയിൽ പെയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? ടർപ്പന്റൈൻ വരും. ഇവിടെ ക്വസ്റ്റ്യൻ ഓയിൽ പെയിന്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, സിമെന്റ് പെയിന്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി വാട്ടർ വരും. Which of the following paint is highly resistant to fire? ഫയറിനെ റെസിസ്റ്റ് ചെയ്യാൻ, ഹൈലി റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെയിന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ സി ആണ്, ആസ്ബറ്റോസ് പെയിന്റ്. കൂടുതലും ഫയറിനെ റെസിസ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ടൈപ്പ് പെയിന്റ് ആണ് ആസ്ബറ്റോസ് പെയിന്റ്. The paint which has high refractive property. ഹൈ റിഫ്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള പെയിന്റ് ഏതാണ്? ആൻസർ ബ്രോൺസ് പെയിന്റ് ആണ്. ഹൈ റിഫ്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള ടൈപ്പ് പെയിന്റ് ആണ് ബ്രോൺസ് പെയിന്റ് എന്ന് പറഞ്ഞ. PVCN shows the relation between. ഫസ്റ്റ് ഓഫ് ഓൾ PVCN എന്താന്ന് പറയാം. പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ. ഇതാണ് പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ എന്നാണ് PVCN എന്ന് പറഞ്ഞ. ഇതെന്ന് പറയുന്നത് റേഷ്യോ ഓഫ് V1 by V1 plus V2 ആണ്. ഓക്കെ, PVCN എന്ന് പറയുന്നത് V1 by V1 plus V2 ആണ്. ഇനി എന്താണ് V1, എന്താണ് V2? V1 and V2 എന്ന് പറയുന്നത് V1 വോളിയം ഓഫ് പിഗ്മെന്റ് ഇൻ പെയിന്റ്. പെയിന്റിലെ പിഗ്മെന്റിന്റെ വോളിയം എത്രയാണ്, അതാണ് V1 എന്ന് പറഞ്ഞ. ഇനി V2 എന്ന് പറയുന്നത് പെയിന്റിലുള്ള വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറുകളുടെ വോളിയമാണ്. അപ്പൊ V1 എന്താണ്? പിഗ്മെന്റിന്റെ വോളിയം. V2 എന്ന് പറയുന്നത് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറുകളുടെ വോളിയം. സോ PVCN എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാം, V1 by V1 plus V2. അപ്പൊ റിലേഷൻ എന്തൊക്കെ തമ്മിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും പിഗ്മെന്റിന്റെ വോളിയം വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറുകളുടെ വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേഷൻ ആണ് PVCN എന്ന് പറഞ്ഞ. സോ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ഡി ഉണ്ട്. പിഗ്മെന്റിന്റെയും കാരിയറിന്റെയും റിലേഷൻ ആണ് PVCN എന്ന് പറഞ്ഞത്. അതാണ് V1 എന്ന് പറയുന്ന വോളിയം ഓഫ് പിഗ്മെന്റ് ഇൻ പെയിന്റ് ആണ്. V2 എന്ന് പറയുന്നത് വെഹിക്കിളിന്റെ അല്ലെങ്കിൽ കാരിയറിന്റെ വോളിയം ആണ്. സോ അതുകൊണ്ട് PVCN എന്ന് പറയുന്നത് റിലേഷൻ ചെയ്യുന്നത് എന്ത്? പിഗ്മെന്റിന്റെയും വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറിനെയും ബന്ധിപ്പിച്ചിട്ടാണ്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി, പിഗ്മെന്റ് കാരിയർ. പെയിന്റ് ഇൻ വിച്ച് നോ ഡ്രയർ ഈസ് യൂസ്. നമ്മൾ പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ് പഠിച്ചപ്പോൾ അതിനകത്ത് ഡ്രയർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് പഠിച്ചിരുന്നു. അപ്പൊ ഏത് പെയിന്റിലാണ് ഡ്രയറുകൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്തത് ഏത് ടൈപ്പ് പെയിന്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കൊളോയിഡൽ ടൈപ്പ് പെയിന്റുകളിലാണ് ഡ്രയർ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉപയോഗിക്കാത്തത്. സോ പെയിന്റ് ഇൻ വിച്ച് നോ ഡ്രയർ ഈസ് യൂസ്ഡ്. ഡ്രയറുകൾ ഉപയോഗിക്കാത്ത പെയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? കൊളോയിഡൽ പെയിന്റ്. The second coat provided for paints. പെയിന്റ്സ് കൊടുക്കുന്ന രണ്ടാമത്തെ കോട്ട് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ആണ് അണ്ടർ കോട്ട്. അണ്ടർ കോട്ട് ആണ് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ. ഇപ്പൊ പെയിന്റിനകത്ത് സെക്കൻഡ് കോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? അണ്ടർ കോട്ട്. The luminous property for luminous paint is achieved by. ലൂമിനസ് പെയിന്റിന് ലൂമിനസ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കണ്ടന്റ് ആണ്, ഏത് കോമ്പൗണ്ട് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രോപ്പർട്ടി അതിന് കൊടുക്കുന്നത്? ആൻസർ ആണ് കാൽഷ്യം സൾഫേറ്റ്. CaS ആണ് ആ ലൂമിനസ് പ്രോപ്പർട്ടി ലൂമിനസ് പെയിന്റിന് കൊടുക്കുന്നത്, കാൽഷ്യം സൾഫേറ്റ്. ഡിഫെക്ട് ഡ്യൂ ടു എൻട്രാപ്മെന്റ് ഓഫ് എയർ. പെയിന്റിന്റെ ഡിഫക്ട്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് പെയിന്റിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സ് ഒന്ന് നോക്കാം. പെയിന്റിംഗ് ഡിഫക്ട്സിനകത്ത് ആദ്യത്തേതാണ് ബ്ലിസ്റ്ററിങ്. ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ബബിൾ അണ്ടർ ദ ഫിലിം ഓഫ് പെയിന്റ്. പെയിന്റിന്റെ അണ്ടറിൽ ബബിൾസ് ഫോം ചെയ്തിരിക്കുന്നതിനെയാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. അതേപോലെ ടിമ്പർ നന്നായിട്ട് സീസൺ ചെയ്തിട്ടല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പെയിന്റിങ് അപ്ലൈ ചെയ്യുവാണെങ്കിലും ഈ തരത്തിലുള്ള ഒരു ഫെയിലിയർ ഒക്കർ ചെയ്യും. അതേപോലെ ഫൈനൽ കോട്ടിൽ എക്സസ് ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു ഫെയിലിയർ ഒക്കർ ചെയ്യും. അപ്പൊ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് ആണെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ബബിൾ അണ്ടർ ദ ഫിലിം ഓഫ് പെയിന്റിനെയാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇത് ഒക്കർ ചെയ്യുന്നത് ചിലപ്പം
ടിമ്പർ ഇംപെർഫെക്റ്റ് ആയിട്ട് സീസൺ ചെയ്തിരിക്കുകയാണ് അങ്ങനെയുള്ള കണ്ടീഷനിൽ, അതേപോലെ എക്സസ് ആയിട്ടുള്ള ഓയിലുകൾ നമ്മൾ ഫൈനൽ കോട്ടിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ ബ്ലിസ്റ്ററിംഗ് ഫെയിലിയർ പെയിന്റിങ്ങിൽ ഉണ്ടാവും. നെക്സ്റ്റ് ഫെയിലിയർ ആണ് വ്രിംഗ്ലിംഗ്. വ്രിംഗ്ലിംഗ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സർഫസ് ടു തിക്ലി പെയിന്റഡ്. ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രം തിക്കർ പെയിന്റിംഗ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പെയിന്റിംഗ് ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് വ്രിംഗ്ലിംഗ്. നെക്സ്റ്റ് പെയിന്റിംഗ് ഡിഫക്റ്റ് ആണ് ഗ്രിന്നിങ്. ഗ്രിന്നിങ് എന്ന് പറയുന്നത് ഫൈനൽ കോട്ട് ഓഫ് പെയിന്റ് ഹാസ് നോട്ട് സഫിഷ്യന്റ് ഒപ്പാസിറ്റി, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർലി സീൻ. ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പെയിന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുക എന്ന് വെച്ചാൽ ട്രാൻസ്പെയറന്റ്, ഒപ്പാസിറ്റി സഫിഷ്യന്റ് ആയിട്ട് ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പെയറന്റ് ആണ്. മീൻസ് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. സോ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ക്ലിയർലി ഫൈനൽ കോട്ട് നമ്മൾ ആ പെയിന്റിന്റെ അടിച്ചു കഴിഞ്ഞിട്ടും ആ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പെയിന്റിങ്ങിന്റെ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രിന്നിങ്. സോ അതാണ് ഫൈനൽ കോട്ട് ഓഫ് പെയിന്റ് ഹാസ് നോട്ട് സഫിഷ്യന്റ് ഒപ്പാസിറ്റി, ബാക്ക്ഗ്രൗണ്ട് ക്ലിയർലി സീൻ. അതിനെ ആ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രിന്നിങ്. നെക്സ്റ്റ് വൺ ആണ് സാഗിങ്. സാഗിങ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഓർ ഇൻക്ലൈൻഡ് സർഫസ് ടു തിക്ലി പെയിന്റഡ്. വ്രിംഗ്ലിംഗ് എന്തായിരുന്നു പറഞ്ഞത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസ് ടു തിക്ക് ആയിട്ട് പെയിന്റ് ചെയ്യാം. സാഗിങ് എന്ന് പറയുന്നത് വെർട്ടിക്കലും ആവാം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് തിക്കിലി ആയിട്ട് പെയിന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാഗിങ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. വ്രിംഗ്ലിംഗ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി തിക്കറായിട്ട് പെയിന്റ് ചെയ്യുക. സാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കലോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് ടു തിക്കിലി പെയിന്റ് ചെയ്യുന്നതിനെയാണ് സാഗിങ് എന്ന് പറയുന്നത്. ഫ്ലാഷിംഗ്. ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോസി പാച്ചസ് ഓൺ ദ പെയിന്റഡ് സർഫസ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. പെയിന്റ് ചെയ്തിരിക്കുന്ന സർഫസിൽ ഗ്ലോസി ആയിട്ടുള്ള ഗ്ലോ ചെയ്യുന്ന പാച്ചസ് ഫോം ചെയ്യുവാണെങ്കിൽ ആ ടൈപ്പ് പെയിന്റിംഗ് ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാഷിംഗ്. ഫ്ലേക്കിംഗ്. ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പോർഷൻ ഓഫ് പെയിന്റഡ് സർഫസ് സീൻ ലൂസ്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. പെയിന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഭാഗം ഇളകി ഇങ്ങി വന്നേക്കുവാണ്. മെയിൻലി ഇളകുന്നതിന് കാരണം എന്താണ്? ആ പെയിന്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ അഡ്ഹെയർ ചെയ്ത് നിൽക്കാനുള്ള കേപ്പബിലിറ്റി അതിനില്ല. അല്ലെങ്കിൽ പുവർ അഡ്ഹഷൻ കൊണ്ടാണ് ആ സാധനം ലൂസ് ആയിട്ട് ഇളകി വരുന്നത്. അതിനെ വിളിക്കുക, ആ ഒരു ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്ലേക്കിംഗ്. സോ സ്മോൾ പോർഷൻ ഓഫ് പെയിന്റഡ് സർഫസ് സീൻ ലൂസ് ഡ്യൂ ടു പുവർ അഡ്ഹഷൻ. പുവർ അഡ്ഹഷൻ കാരണം ഉണ്ടാവുന്ന ഒരു പെയിന്റിംഗ് ഡിഫക്റ്റ് ആണ് ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞത്. ഫെയ്ഡിങ്. ഫെയ്ഡിങ് ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ഒറിജിനൽ കളറും അത് മങ്ങിയ ഒരു കളറുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോഴേ മനസ്സിലാവും. ഫെയ്ഡിങ് എന്ന് പറയുന്നത് എന്താണ്? കളർ നേരത്തെ ഉള്ളതിൽ നിന്നും ഒറിജിനൽ കളറിൽ നിന്നും ലോസ്റ്റ് ആവും, മങ്ങുക. അതിനെയാണ് ഫെയ്ഡിങ് എന്ന് പറഞ്ഞത്. അപ്പൊ സോ ഗ്രാജുവൽ ലോസ് ഓഫ് കളർ ഗ്രാജുവലി ലോസ്ഡ് ആവുന്നതിനെയാണ് ഫെയ്ഡിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം പെയിന്റിന്റെ ഇൻഗ്രീഡിയന്റിനകത്ത് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് ആരാണ്? പിഗ്മെന്റ് ആണ്. ഈ പിഗ്മെന്റ് ഓഫ് പെയിന്റിലേക്ക് സൺലൈറ്റിൽ ഉണ്ടാകുന്ന ഫ്രീക്വന്റ് എഫക്റ്റ് കാരണമാണ് മങ്ങുന്നത്, ഫെയ്ഡിങ് സംഭവിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഡിഫക്റ്റ് ആണ് ഫെയ്ഡിങ് എന്ന് പറയുന്നത്. സോ എന്താണ്? ഗ്രാജുവൽ ലോസ് ഓഫ് കളർ, എഫക്റ്റ് ഓഫ് സൺലൈറ്റ് ഓൺ പിഗ്മെന്റ് ഓഫ് പെയിന്റ്. സോ ഇതാണ് ഫെയ്ഡിങ് എന്ന് പറഞ്ഞത്. സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യൂ ടു എൻട്രാപ്മെന്റ് ഓഫ് എയർ കാരണം ഉണ്ടാവുന്ന പെയിന്റിംഗ് ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, ബ്ലിസ്റ്ററിംഗ് എന്ന് വരും. വ്രിംഗ്ലിംഗ് എന്തായിരുന്നു പറഞ്ഞത്? വ്രിംഗ്ലിംഗ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ സർഫസ് ടു തിക്കിലി ആയിട്ട് പെയിന്റ് ചെയ്യുന്നതിനെയാണ് വ്രിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഗ്രിന്നിങ് എന്ന് പറഞ്ഞാൽ സഫിഷ്യന്റ് ഒപ്പാസിറ്റി ലൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുക. സാഗിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹൊറിസോണ്ടൽ ആയിട്ടല്ല, വെർട്ടിക്കൽ ആയിട്ടോ ഇൻക്ലൈൻഡ് ആയിട്ടോ സർഫസ് ടു മച്ച് ആയിട്ട് പെയിന്റ് ചെയ്യുന്നതിനെയാണ് സാഗിങ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എൻട്രാപ്മെന്റ് ഓഫ് എയർ കാരണമുള്ള പെയിന്റിംഗ് ഡിഫക്റ്റ്. ആൻസർ എന്താണ്? ബ്ലിസ്റ്ററിംഗ്. ദ ഡിഫക്ട് ഡ്യൂ ടു പുവർ അഡ്ഹഷൻ. അഡ്ഹഷൻ പുവർ ആവുന്നത് കാരണം ഉണ്ടാവുന്ന പെയിന്റിംഗ് ഡിഫക്റ്റ് ഏതാ പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ സി, ഫ്ലേക്കിംഗ്. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് ഫ്ലാഷിംഗ്. ഫ്ലാഷിംഗ് എന്തായിരുന്നു പറഞ്ഞത്? ഗ്ലോസി പാച്ചസ് പെയിന്റഡ് സർഫസിൽ ഉണ്ടാവുന്നു. ഫെയ്ഡിങ് എന്താണ് പറഞ്ഞത്? കളർ ലോസ് ചെയ്യുന്നു. ഓക്കെ, സൺലൈറ്റിന്റെ എഫക്റ്റ് കാരണം കളർ ലോസ് ചെയ്യുന്നു. ബ്ലൂം എന്ന് പറയുന്നത് ഡൾ പാച്ചസ് പെയിന്റഡ് സർഫസിൽ ഉണ്ടാവുന്നതിനെയാണ് ബ്ലൂം എന്ന് പറഞ്ഞത്. മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാഡ് വെന്റിലേഷൻ ആണ്. അത് കാരണമാണ് ബ്ലൂം ഒക്കർ ചെയ്യുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ഡിഫക്ട് ഡ്യൂ ടു പുവർ അഡ്ഹഷൻ. പുവർ അഡ്ഹഷൻ കാരണം ഉണ്ടാവുന്ന ഡിഫക്ട് ഏതാന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ഫ്ലേക്കിംഗ്. In which of the below it is not necessary to remove the existing paint to apply a new one? പുതിയൊരു പെയിന്റ് നമ്മളൊരു സർഫസിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ എക്സിസ്റ്റഡ് ആയിട്ടുള്ള പെയിന്റ് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് പെയിന്റ് അടിക്കുമ്പോഴാണ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ സിമെന്റ് പെയിന്റ്. സിമെന്റ് പെയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള പെയിന്റ് റിമൂവ് ചെയ്യണം എന്നത് ആവശ്യകത ഇല്ല. സോ ആൻസർ ഓപ്ഷൻ സി സിമെന്റ് പെയിന്റ്. സോ ഇത്രയാണ് പെയിന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.